വൃന്ദാവനം സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ പ്രതീകമായി നിൽക്കുന്ന പ്രദേശം. കൃഷ്ണൻ തൻ്റെ ബാല്യകാല ജീവിതം ചിലവഴിച്ച ഇവിടം കൃഷ്ണഭക്തർക്ക് എന്നും പ്രിയപ്പെട്ട ഇടം കൂടിയാണ്. ഭക്തിയോടൊപ്പം തന്നെ ഇവിടെ എത്തുന്നവരെ വിസ്മയിപ്പിക്കുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്നാണ് വൃന്ദാവനത്തിലെ നിധീവൻ. ഭഗവാൻ കൃഷ്ണൻ തൻ്റെ പ്രിയസഖി രാധയോടും മറ്റു ഗോപികമാരോടൊപ്പവും രാത്രികാലങ്ങളിൽ ഇവിടെ രാസലീലയാടുവാൻ വരികയും അവരോടൊപ്പം പുലരുവോളം നൃത്തം ചെയ്തും ആഹ്ലാദിച്ചും പുലർച്ചെയാകുമ്പോഴേക്കും മടങ്ങും എന്നാണ് വിശ്വാസം. രാത്രികാലങ്ങളിൽ നിധീവനയോട് അടുത്ത് താമസിക്കുന്ന വീടുകളിലെ ജനാലകൾ തുറന്നിടാറില്ല. അറിയാതെ പോലും രാത്രിയിൽ പുറത്തേക്ക് നോക്കിപ്പോകാതിരിക്കുവാനാണത്രേ ഇത്. ഇവിടുത്തെ മറ്റൊരു വിശ്വാസമനുസരിച്ച് രാത്രികാലങ്ങളിൽ നിധീവനത്തിലെ തുളസി ചെടികളും സമീപ വൃക്ഷങ്ങളുമൊക്കെ ഗോപികമാരായി മാറുമത്രേ. പിന്നീട് രാസലീലയ്ക്ക് ശേഷം പഴയ രൂപത്തിൽ എത്തിച്ചേരുന്നു. രാധാകൃഷ്ണൻ്റെ സാന്നിധ്യമുള്ള ആ നിധൂവനം പരിചരിക്കുക എന്നത് തന്നെ ജന്മജന്മാന്തര പുണ്യങ്ങൾ കൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹം തന്നെയാണ്. വൃന്ദാവനത്തിലൊരിക്കൽ കൃഷ്ണഭക്തിയോടുകൂടി ഒരാൾ വന്നു. അയാളുടെ പേര് ദുഃഖി എന്നായിരുന്നു. കുട്ടിക്കാലം മുതലേ ദുഃഖിയുടെ ഹൃദയം ശ്രീകൃഷ്ണനോടുള്ള ഭക്തി നിറഞ്ഞതായിരുന്നു. കൃഷ്ണനോടുള്ള അഗാധമായ സ്നേഹനിമിത്തം ചിരി, കരച്ചിൽ, നൃത്തം തുടങ്ങിയ പരമാനന്ദത്തിൻ്റെ ലക്ഷണങ്ങൾ അദ്ദേഹം സാധാരണയായി കാണിക്കുമായിരുന്നു. എന്നാൽ സ്ഥായിയായ ഭാവം എപ്പോഴും ദുഃഖം തന്നെയായിരുന്നു. ഒരിക്കൽ 6 ഗോസ്വാമികൾ എഴുതിയ പുസ്തകങ്ങൾ പഠിക്കാനും കൃഷ്ണകഥ കേൾക്കാനും ഹരേ കൃഷ്ണ ജപിക്കാനും ഗുരുവായ ഗോസ്വാമി ദുഃഖിയെ ഉപദേശിച്ചു. എന്നാൽ വൃന്ദാവനത്തിലെ പുണ്യതോട്ടങ്ങൾ വൃത്തിയാക്കാനുള്ള അപൂർവ അവസരം കൂടി ഗുരു അദ്ദേഹത്തിന് നൽകി. അങ്ങനെ മനസ്സിൽ ഭക്തി നിറച്ചുകൊണ്ട് ദുഃഖി തൻ്റെ ജോലികൾ ചെയ്തു പോന്നു. ഒരിക്കൽ നിധൂവനം വൃത്തിയാക്കുന്നതിനിടയിൽ ദുഃഖിക്ക് ഒരു പാദസരം അവിടെ നിന്ന് ലഭിച്ചു. ആ പാദസരം കണ്ടയുടനെ അത് ദിവ്യത്വം നിറഞ്ഞതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കൃഷ്ണനുമൊത്തുള്ള നൃത്തത്തിനിടയിൽ ശ്രീമതി രാധാറാണിയുടെ ഇടതുകാലിൽ നിന്നും അഴിഞ്ഞു വീണ ഇന്ദ്രനീല അമൂല്യ രത്നങ്ങൾ പതിച്ച മഞ്ജുഘോഷ എന്ന പാദസരമായിരുന്നു അത്. ഗോലോകത്ത് തിരികെ എത്തിയപ്പോഴാണ് രാധാറാണി തൻ്റെ അമൂല്യമായ പാദസരം നഷ്ടപ്പെട്ട കാര്യം ശ്രദ്ധിച്ചത്. ഉടൻ തൻ്റെ സഖിയായ ലളിതയോട് തൻ്റെ പാദസരം ദുഃഖിദാസനിൽ നിന്നും വാങ്ങി വരുവാൻ ആവശ്യപ്പെട്ടു. സഖി ലളിത ഒരു ബ്രാഹ്മണ വൃദ്ധയുടെ വേഷത്തിൽ അടുത്ത ദിവസം ദുഃഖിയെ സമീപിച്ചു. തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഒരു സാധാരണ സ്ത്രീയല്ലെന്നും രാധാറാണിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ദുഃഖിക്ക് തോന്നി. തൻ്റെ മരുമകളുടെ പാദസരം നിധൂവനത്തിൽ നഷ്ടപ്പെട്ടു പോയി, അത് അങ്ങയ്ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ തരാമോ എന്ന് ബ്രാഹ്മണ സ്ത്രീ ദുഃഖിയോട് ചോദിച്ചു. ദുഃഖി വളരെ വിനയത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഊഹം ശരിയാണ്. ഇന്ദ്രനീൽ മണി പതിച്ച മനോഹരമായൊരു കണങ്കാൽ ഞാൻ കണ്ടെത്തി. അത് ഞാൻ സ്പർശിച്ചതോടെ എനിക്ക് ദിവ്യത്വം തോന്നി, സന്തോഷം തോന്നി. അതുമല്ല, ഈ കണങ്കാൽ തീർച്ചയായും ഒരു സാധാരണ സ്ത്രീയുടേതാവാൻ വഴിയില്ല. സംശയത്തോടെ ദുഃഖി ചോദിച്ചു, ഈ സാധാരണ വസ്ത്രങ്ങൾ നിങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നു. ഇന്ദ്രനിൽ മണി പതിച്ച കണങ്കാൽ ഒരു കാരണവശാലും ദാരിദ്ര്യം ബാധിച്ച അങ്ങയുടെ മരുമകളുടെ ആവാൻ വഴിയില്ല. ലളിതാ സഖി ആകെ വലഞ്ഞു. പല ചോദ്യങ്ങൾക്കുമൊടുവിൽ ദുഃഖി പറഞ്ഞു, ശരി, ഒരു നിബന്ധന സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ ഈ കണങ്കാൽ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ മരുമകൾ തന്നെ ഈ കണങ്കാലിൻ്റെ സാമാന്യമായ കണങ്കാൽ കൊണ്ട് എൻ്റെ മുന്നിൽ വന്നാൽ തിരികെ നൽകാം. ലളിതാ സഖി ഗോലോകത്ത് തിരിച്ചെത്തി രാധാറാണിയെ വിവരങ്ങൾ ധരിപ്പിച്ചു. ദുഃഖിയെ കൊണ്ടുവരാനുള്ള അനുമതി രാധാറാണി നൽകി. അങ്ങനെ ദുഃഖിദാസിനെ കണ്ണുകെട്ടി ഗോലോകത്തേക്ക് കൊണ്ടുപോയി. രാധാറാണിയുടെ ദർശനം ലഭിച്ച ദുഃഖിദാസിന് ഈ സമയം പാദസരം ഏറ്റവും ഭക്തിയോടുകൂടി തന്നെ ആ പാദങ്ങളിൽ സമർപ്പിച്ചു. ദുഃഖി അന്ന് അനുഭവിച്ച ആ ആനന്ദം ദുഃഖിദാസൻ്റെ ദുഃഖങ്ങളെല്ലാം തന്നെ അകന്നു പോകുകയും ആനന്ദം നിറയ്ക്കുകയും ചെയ്തു. അദ്ദേഹം സന്തോഷത്തോടെ ആ പാദങ്ങളെ സ്പർശിച്ചപ്പോൾ രാധാറാണി തൻ്റെ പാദസരം കയ്യിലെടുത്ത് അദ്ദേഹത്തിൻ്റെ നെറുകിൽ പതിയെ ഒന്ന് തൊട്ടു. അദ്ദേഹത്തിൻ്റെ ഹരിമന്ദിര തിലകം ശ്രീമതി രാധാറാണിയുടെ പാദത്തിൻ്റെ ആകൃതിയിലുള്ള അതീന്ദ്രിയ തിലകമായി മാറി. തിലകത്തിൻ്റെ ഇടയിൽ തിളങ്ങുന്ന വൃത്താകൃതിയിലുള്ള അടയാളവും വരച്ചു. ഇനി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കൂ, ദുഃഖങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീമതി രാധാറാണി തൻ്റെ കമലഹൃദയത്തിൽ നിന്നും ശ്രീ ശ്യാം സുന്ദറിൻ്റെ ഏറ്റവും സുന്ദരവും അതുല്യവുമായ പ്രതിഷ്ഠയെ പ്രകടമാക്കുകയും ലളിതാ സഖിയിലൂടെ ദുഃഖിദാസന് നൽകുകയും അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷമായി.
പിറ്റേന്ന് പ്രഭാതത്തിൽ എല്ലാവരും നോക്കുമ്പോൾ ദുഃഖിച്ചിരിക്കുന്നത് കാണുന്നു, ആനന്ദത്തോടെ ചിരിക്കുന്നത് കാണുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പ്രത്യേകമായൊരു അടയാളവും. ഇത് എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് രാധാറാണിയുടെ പാദസരത്തിൻ്റെ അടയാളം തൻ്റെ നെറ്റിയിൽ പതിഞ്ഞിരിക്കുന്ന കാര്യം ദുഃഖിദാസ് എന്ന ശ്യാമാനന്ദൻ അറിയുന്നത്. സുന്ദരമായ ദുഃഖിദാസിന് ഇപ്പോൾ സ്വർണ്ണ നിറമുള്ള ശരീരവും രാധാറാണിയുടെ അനുഗ്രഹത്താൽ ലഭിച്ചിരിക്കുന്നു. പിന്നീട് അദ്ദേഹം ശ്യാമദാസൻ അഥവാ ശ്യാമാനന്ദൻ എന്നാണ് അറിയപ്പെട്ടത്. ശ്യാമാനന്ദന് അന്ന് ഗോലോകത്ത് വെച്ച് രാധാറാണി സമ്മാനമായി നൽകിയ കൃഷ്ണവിഗ്രഹമാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ക്ഷേത്രവുമുണ്ട്. അതാണ് രാധാ ശ്യാം സുന്ദർ ക്ഷേത്രം. അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദുഃഖങ്ങളെ ഇല്ലാതാക്കി മാറ്റുവാനും ആനന്ദത്തെ നമ്മളിലേക്ക് നിറയ്ക്കാൻ കഴിയുന്ന രാധാറാണിയെയാണ്. അങ്ങനെയുള്ള രാധാറാണിയെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വൃന്ദാവനത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കൂ. ഭഗവാൻ കൃഷ്ണനിലെത്താൻ ഉദാത്തമായ വഴി രാധാറാണിയെ ഭക്തിയോട് പൂജിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ എന്ന മന്ത്രത്തിന് ഏതൊരു ദുഃഖത്തെയും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കുവാൻ സാധിക്കും.